ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ആ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പെലായോ. പെലായോയുടെ ക്യാരക്ടർ സ്കെച്ചാണ്, അതായത് കഥാപാത്ര നിരൂപണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം, കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കറിയാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ ആ ഒരു കഥാപാത്ര നിരൂപണത്തിൽ എഴുത്തുകാരൻ്റെ പേര്, ആ പാഠഭാഗത്തിൻ്റെ പേര്, പിന്നെ ഈ ഒരു പെലായോ എന്ന് പറയുന്ന കഥാപാത്രം ആ പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഈ ഒരു കഥാപാത്രം സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു കഥാപാത്രത്തിൽ ആ ഒരു പാഠഭാഗത്തിന് കൊണ്ടുവരാനുള്ള പ്രാധാന്യം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം. വളരെ ഒരു 5-6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം. പെലായോ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് മാജിക്കൽ സ്റ്റോറി ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എബൌട്ട് ആൻ ഓൾഡ് മാൻ വിത്ത് വിങ്സ്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ അതിസുന്ദരമായിട്ടുള്ള കഥയാണ് ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ആ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പെലായോ എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത്. നിങ്ങളൊരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ പരമാവധി ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു ഓൾഡ് മാൻ്റെ കഥാപാത്ര നിരൂപണം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾഡ് മാൻ്റെ കഥാപാത്ര നിരൂപണം എഴുതിയത് എങ്ങനെയാണ്? ദി ഓൾഡ് മാൻ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് മാജിക്കൽ സ്റ്റോറി ആൻഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഫസ്റ്റ് സെൻറ്റൻസിൽ ഈ ഒരു ആരെയാണോ കഥാപാത്ര നിരൂപണം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര്, പിന്നെ കൂടാതെ അദ്ദേഹം ഏത് പാഠഭാഗത്തിലാണോ ഉള്ളത് ആ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്ന ആളുടെ പേര്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു പാഠഭാഗം നമുക്ക് തരുന്ന തീം എന്താണെന്ന് കൂടി ഫസ്റ്റ് പാരഗ്രാഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആ ഒരു വീഡിയോ കാണാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക, നമ്മുടെ ചാനലിൽ അതുണ്ട് കേട്ടോ. ഹി ഈസ് ആൻ ഓർഡിനറി വില്ലേജർ ഹു ലിവ്സ് വിത്ത് ഹിസ് വൈഫ് എലിസന്ത ഇൻ എ സ്മോൾ കോസ്റ്റൽ ടൗൺ. അദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വില്ലേജറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ഒരു ചെറിയൊരു കടൽ തീരത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പെലായോ വർക്ക്സ് ഹാർഡ് എവറി ഡേ ലൈക്ക് മോസ്റ്റ് പീപ്പിൾ ഇൻ ഹിസ് വില്ലേജ്, living a simple life without much excitement until one day after a bad storm changes everything. Pelayo works hard every day like most people in his village. ആ വില്ലേജിലെ എല്ലാവരെയും പോലെ തന്നെ പെലായോയും വളരെയധികം അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ലിവിങ് എ സിമ്പിൾ ലൈഫ് വിത്തൗട്ട് മച്ച് എക്സൈറ്റ്മെൻറ്റ്, എന്നും സാധാരണ ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ജീവിതത്തിൽ സന്തോഷം എന്ന് പറയാനോ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മങ്ങിയ ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നത്. അൺടിൽ വൺ ഡേ ആഫ്റ്റർ എ ബാഡ് സ്റ്റോം ചേഞ്ചസ് എവറിത്തിങ്. എന്നാൽ ഒരു നാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിയുകയാണ്. എങ്ങനെ? നമ്മളൊക്കെ ഒരുപാട് നാശങ്ങൾ വിതയ്ക്കുന്ന കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് അത്ഭുതകരമായിട്ടുള്ള കാര്യം നടത്തി. When Pelayo first finds the strange old man with wings lying in his courtyard, his natural kindness comes out. അതായത് വെൻ പെലായോ ഫസ്റ്റ് ഫൈൻഡ്സ് ദി സ്ട്രേഞ്ച് ഓൾഡ് മാൻ വിത്ത് വിങ്സ് ലൈങ് ഇൻ ഹിസ് കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ മുറ്റം. അതായത് പെലായോ ആദ്യം അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ഒരു വ്യത്യസ്തരായിട്ടുള്ള ഒരു വലിയ ചിറകുകളൊക്കെയുള്ള ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ അവിടെ കിടന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിവ് തോന്നിയിട്ട് അദ്ദേഹം വളരെയധികം കൈൻഡ്നെസ്സോട് കൂടിയിട്ടാണ്, സഹായ മനോഭാവത്തോട് കൂടിയിട്ടാണ് ആ ഒരു ഓൾഡ് മാൻ്റെ അടുത്തേക്ക് പോകുന്നത്. He sees that the old man is weak, dirty and helpless. അങ്ങനെ പെലായോ കാണുകയാണ് ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വളരെ വീക്കാണ്, ഡേർട്ടി ആൻഡ് ഹെൽപ്ലെസ്, അതായത് നിസ്സഹായനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഹി ഡിസൈഡ്സ് ടു ഹെൽപ്പ് ഹിം. അതുകൊണ്ട് തന്നെ പെലായോ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്.
With great effort, he carries the old man to the chicken coop where he can be safe from the rain. അങ്ങനെ പെലായോ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് മഴയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്, കോഴിക്കൂട്ടിലേക്ക് ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഹി ഈവൻ ബ്രിങ്സ് ഹിം ഫുഡ് ആൻഡ് വാട്ടർ. എന്താണ്, പെലായോ അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഷോയിങ് ദാറ്റ് ഹി ഹാസ് എ ഗുഡ് ഹാർട്ട്. ഇതെന്താണ് നമ്മളെ കാണിക്കുന്നത്? പെലായോക്ക് നല്ലൊരു ഹൃദയമുണ്ട് എന്നുള്ള കാര്യമാണ്. ഹൗഎവർ, പെലായോ ഈസ് നോട്ട് വെരി സ്മാർട്ട് ഓർ സ്ട്രോങ് വിൽഡ്. എന്തു തന്നെയായാലും പെലായോ അത്ര സാമർത്ഥ്യക്കാരനല്ല. He gets easily confused about whether this old man is an angel, a monster, or just a sick person with wings. അങ്ങനെ നമ്മുടെ പെലായോ വളരെയധികം ഇങ്ങനെ പേടിക്കുകയാണ്, പരിഭ്രമിക്കുകയാണ്, കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഈ ഒരു മനുഷ്യൻ എന്താണ്, ഏഞ്ചലാണോ അല്ലെങ്കിൽ മോൺസ്റ്റർ ആണോ അല്ലെങ്കിൽ ഒരു എന്താണ് വൃദ്ധനായിട്ടുള്ള ഒരു സാധാ മനുഷ്യനാണോ, അദ്ദേഹത്തിന് ചിറകുകൾ ഉണ്ടെന്നുള്ള കാര്യം മാത്രമാണോ വ്യത്യസ്തതയായിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പെലായോ സംശയത്തോട് കൂടിയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആസ് ദ സ്റ്റോറി കണ്ടിന്യൂസ്, അങ്ങനെ ആ ഒരു കഥ മുന്നോട്ട് പോകുമ്പോൾ വി സീ പെലായോസ് വീക്ക്നെസ്. അതായത് ആ കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ്, പെലായോയുടെ എന്താണ് ശക്തിയില്ലായ്മ നമ്മൾ ആ ഒരു കഥ മുന്നോട്ട് പോകും തോറും നമ്മൾ കാണുകയാണ്. വെൻ ഹിസ് വൈഫ് എലിസന്ത സജസ്റ്റ് ദാറ്റ് they can make money by showing the old man to curious villagers, Pelayo doesn't stop her even though he knows it's wrong. അതായത് when his wife Elisanda suggests that they can make money by showing the old man to curious villagers, അതായത് എന്താണ്, നമ്മൾ ഈ ഒരു പെലായോയുടെ ഭാര്യ ഉണ്ടല്ലോ എലിസന്ത നമുക്ക് ഈ ഒരു ഗ്രാമവാസികളൊക്കെ എന്താണ്, ഈ ഗ്രാമത്തിൽ വസിക്കുന്നവരൊക്കെ ഈ വില്ലേജേഴ്സ് ഒക്കെ എന്താണ്, ഈ ഒരു ഏഞ്ചൽ എന്ന് കരുതപ്പെടുന്ന ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം തിങ്ങിത്തിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം എല്ലാവർക്കും ആ ഒരു മനുഷ്യനെ കാണണം, ആ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. അപ്പം ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എലിസന്ത തീരുമാനിക്കുമ്പോൾ പെലായോ ഡസൻ സ്റ്റോപ്പ് ഹെർ ഈവൻ ദോ ഹി നോസ് ഇറ്റ്സ് റോങ്. പെലായോ എന്ത് ചെയ്തില്ല, തൻ്റെ ഭാര്യയെ തടഞ്ഞില്ല. പെലായോക്ക് അറിയാം അത് തെറ്റാണ്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പെലായോ അതിനെ തടയാൻ വേണ്ടി നിന്നില്ല. ഹി ബിക്കംസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദി മണി ദേ ആർ ഏർണിംഗ് ദാൻ ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സ്ട്രേഞ്ച് ഗസ്റ്റ്. അതായത് പെലായോ പിന്നീട് കാണുന്നത് എന്താണ്, പെലായോയുടെ ആ ഒരു കഥാപാത്രം എന്തായിട്ട് മാറുകയാണ്, ഗ്രീഡി ആയിട്ട് മാറുകയാണ്. ആ ഒരു മനുഷ്യനെ, വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ പരിചരിക്കുന്നതിന് പകരം അവർക്ക് കിട്ടുന്ന പണത്തോടാണ് പിന്നീട് പെലായോക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. When Pelayo started treating the old man badly, throwing things at him or poking him with sticks, Pelayo just stands by and watches. When people start treating the old man badly, അതായത് ജനങ്ങൾ ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ മോശമായിട്ട് എന്താണ് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും, എന്തൊക്കെ തരത്തിൽ ഉപദ്രവിക്കുക, ത്രോയിങ് തിങ്സ് അറ്റ് ഹിം, സാധനങ്ങൾ വലിച്ചെറിഞ്ഞും വടി കൊണ്ടടിച്ചും ഒക്കെ ആയിട്ട് ആ ഒരു പാവപ്പെട്ട വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ ജനങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴും പെലായോ ജസ്റ്റ് സ്റ്റാൻഡ്സ് ബൈ ആൻഡ് വാച്ചസ്. പെലായോ എന്ത് മാത്രമേ ചെയ്തുള്ളൂ, പെലായോ വെറുതെ അത് നോക്കിക്കണ്ട് നിന്നത് മാത്രമേ ഉള്ളൂ. This shows that while Pelayo isn't cruel himself, he doesn't have the courage to stand up against cruelty. ഇതെന്താണ് കാണിക്കുന്നത്, പെലായോ ചിലപ്പോൾ എന്താണ് ക്രൂരനായിരിക്കില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ക്രൂരതക്കെതിരായിട്ട് പെലായോ എന്താണ് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം, കറേജ് ആർക്കില്ല, പെലായോക്കില്ല. The most interesting thing about Pelayo is how he changes through the story. അതായത് ഈ പെലായോ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്തോറും പെലായോ മാറി വന്നത് എന്നുള്ളതാണ്. അറ്റ് ഫസ്റ്റ് ഹീ ഈസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ആദ്യം ഈ ഒരു കഥയുടെ തുടക്കത്തിൽ ആ ഒരു പെലായോ എന്ന് പറയുന്ന കഥാപാത്രം വളരെ കൈൻഡ് ആയിരുന്നു, സഹാനുഭൂതിയുള്ള വ്യക്തിയായിരുന്നു, എന്താണ് ആൻഡ് ഹെൽപ്ഫുൾ. ദെൻ ഗ്രീഡി ആൻഡ് സെൽഫിഷ്. പിന്നീട് നമ്മൾ കാണുന്നത് പെലായോ എന്താണ് സ്വാർത്ഥനായി മാറുകയാണ്, സ്വന്തം കാര്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്വാർത്ഥതയിലേക്ക് പെലായോ മാറുകയാണ്. ആൻഡ് ഫൈനലി ഗിൽറ്റി. അങ്ങനെ അവസാനം കുറ്റബോധമുള്ള ആൻഡ് റിലീഫ്ഡ് വെൻ ദ ഓൾഡ് മാൻ ഫ്ലൈസ് എവേ. അങ്ങനെ അവസാനം ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ഇവരുടെ സ്ഥലത്ത് നിന്ന് പറന്നു പോയപ്പോൾ എന്താണ് പെലായോ ആശ്വസിക്കുകയാണ്, പെലായോക്ക് കുറ്റബോധം ചെറിയ രീതിയിൽ തോന്നുകയാണ്. ഹിസ് ക്യാരക്ടർ ഷോസ് അസ് how ordinary people can sometimes do bad things when they care too much about money or what others think.
അതായത് എത്ര തന്നെ പാവപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞാലും ആ മനുഷ്യര് പണത്തോട് സ്നേഹം തോന്നുമ്പോൾ ആ പാവപ്പെട്ട ആര് ആയാലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് എന്ന് പെലായോയിലൂടെ കാണിച്ചു തരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹിസ് ക്യാരക്ടർ ഷോസ് അസ് how ordinary people can sometimes do bad things when they care too much about money or what others think. അതായത് എത്ര പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ പോലും പണത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ പണത്തിനോട് ആർത്തി തോന്നിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ട മനുഷ്യർ പോലും എന്ത് ചെയ്യും, മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം. The story uses Pelayo to teach us that we should always listen to our conscience and protect those who need help, ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ഓർ ഡിഫറെൻറ്റ്. അതായത് ഈ കഥയിലൂടെ ഈ ഒരു പെലായോയിലൂടെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറേജ്, ധൈര്യം നമുക്കുണ്ടായിരിക്കണം. അതെപ്പോഴും ശരി തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി നോക്കുക. മറ്റുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതിപ്പം നമുക്ക് അറിയുന്ന വ്യക്തികൾ ആയാലും ഇനിയിപ്പം അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആയാലും അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ എൻഡ്, Pelayo represents how difficult it can be to always do the right thing. His character makes us think about our own actions. Would we brave enough to help someone different, or would we act like Pelayo and just go along with what everyone else is doing? അതായത് ഈ കഥയുടെ അവസാനം നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അതായത് നമ്മളും പെലായോ പോലെയായി മാറുമോ? അതായത് തെറ്റ് കാണുന്നിടത്ത് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ ചിന്തിച്ചുകൊണ്ട് അതിനെതിരെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് പണം കിട്ടുമെന്ന് കരുതിയിട്ട് എല്ലാ തെറ്റുകളും ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ നമുക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തെറ്റിനെതിരെ, അനീതിക്കെതിരെ നമ്മൾ പ്രതികരിക്കാതിരിക്കുമോ എന്നുള്ള ഒരു തോന്നലാണ്, അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ള തോന്നലാണ് ഈ ഒരു കഥയുടെ അവസാനം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ദിസ് ഈസ് വൈ പെലായോ ഈസ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഇതുകൊണ്ട് തന്നെയാണ് പെലായോ എന്തായി മാറുന്നത്, ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രമായിട്ട് മാറുന്നത്. ഈവൻ ദോ ഹി ഈസിൻറ്റ് ആസ് ഫ്ലാഷി ആസ് ദ ഓൾഡ് മാൻ വിത്ത് വിങ്സ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു കഥാപാത്ര നിരൂപണം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെലായോയുടെ കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് പെലായോയുടെ കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.